കേരള സർവകലാശാലയിൽ ഉത്തരക്കടലാസ് കാണാതായതിൽ പുനഃപരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥിക്ക് ശരാശരി മാർക്ക് നൽകാൻ ലോകായുക്ത നിർദ്ദേശം. 3ാം സെമസ്റ്ററിലെ പ്രോജക്ട് ഫിനാൻസ് പേപ്പറിന് ശരാശരി മാർക്ക് നൽകണം. MBA വിദ്യാർത്ഥി അഞ്ജന പ്രദീപിന്റെ ഹർജിയിലാണ് ലോകായുക്ത നടപടി. വിദ്യാർത്ഥിക്കായി പ്രത്യേകം പരീക്ഷ നടത്താമെന്ന സർവകലാശാല നിർദ്ദേശം ലോകായുക്ത തള്ളി. ഗോപാൽ ശിലാസനൽ വിശദാംശങ്ങൾ. ഗോപാൽ, പ്രത്യേകം പരീക്ഷ വേണ്ട, ശരാശരി മാർക്ക് വാങ്ങിയാൽ മതി, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് ലോകായുക്ത എത്തുന്നത്? സൈഫുദ്ദീൻ, നമുക്ക് അറിയാവുന്നതാണ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കേരള സർവകലാശാലയിലെ MBA വിദ്യാർത്ഥികളുടെ 71 വിദ്യാർത്ഥികളുടെ പ്രോജക്റ്റ് ഫിനാൻസ് പേപ്പർ ഉത്തരക്കടലാസുകൾ കാണാതായി എന്ന വാർത്ത പുറത്തു വന്നത്. തുടർന്ന് ഇതിനു വേണ്ടിയിട്ട് ഏപ്രിൽ 7-ാം തീയതി ഒരു പുനഃപരീക്ഷ നടത്തുകയും ആ പുനഃപരീക്ഷയ്ക്ക് ശേഷം 9-ാം തീയതി അതിൻ്റെതായ ഫലം പുറത്തുവിടുകയും ചെയ്തിരുന്നു. അന്ന് ഏപ്രിൽ 7-ാം തീയതി പരീക്ഷ എഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കായി ഏപ്രിൽ 22-ാം തീയതി വീണ്ടും ഒരു പരീക്ഷ കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് അഞ്ജന പ്രദീപ് എന്ന് പറയുന്ന തിരുവനന്തപുരം DC സ്മാറ്റിൽ MBA ചെയ്ത ആ വിദ്യാർത്ഥിയുടെയും പേപ്പർ നഷ്ടമായിരുന്നു. ആ വിദ്യാർത്ഥിനി ലോകായുക്തയെ സമീപിച്ചത് തനിക്ക് ഇത്തരത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കുകയില്ല എന്നും തനിക്ക് തൻ്റെ മറ്റ് വിഷയങ്ങളിലെ മാർക്കുകളും തൻ്റെ മുൻപത്തെ അക്കാദമിക് റെക്കോർഡും പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ ശരാശരി മാർക്ക് നൽകിയാൽ മതിയാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ലോകായുക്തയെ വിദ്യാർത്ഥിനി സമീപിച്ചിരുന്നത്. ആ വിദ്യാർത്ഥിയുടെ ആവശ്യം, അതായത് ശരാശരി മാർക്ക് നൽകണം എന്ന ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ലോകായുക്ത. വിദ്യാർത്ഥിക്ക് വേണ്ടി പ്രത്യേകം പരീക്ഷ നടത്താമെന്ന സർവകലാശാലയുടെ നിർദ്ദേശത്തെ പൂർണ്ണമായും ലോകായുക്ത തള്ളിയിട്ടുണ്ട്. കാനറ ബാങ്കിൽ നിന്ന് വിദ്യാർത്ഥിനി ഒരു ലോൺ എടുത്തിട്ടുണ്ട് എന്നും ആ ലോണിൻ്റെ തിരിച്ചടവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം വിദ്യാർത്ഥിനി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരീക്ഷ എഴുതുന്നതിന് അസൗകര്യമുണ്ട് എന്നതാണ് സർവകലാശാലയെയും ലോകായുക്തയെയും വിദ്യാർത്ഥിനി അറിയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ രൂക്ഷമായ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് സർവകലാശാലയ്ക്ക് നേരിടേണ്ടി വന്നത്. ഒരു വിദ്യാർത്ഥിയുടെ ഉത്തരക്കടലാസിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും സർവകലാശാലയ്ക്കാണ്. അത് സർവകലാശാല നഷ്ടപ്പെടുത്തി എന്ന് കരുതി അതിൻ്റെ ബാധ്യത വിദ്യാർത്ഥിനി ഏറ്റെടുക്കേണ്ടതായിട്ടില്ല. ആ വിദ്യാർത്ഥികൾക്ക് കാലതാമസത്തിന് ശേഷം ഇത്തരത്തിൽ വീണ്ടും പരീക്ഷ എഴുതണമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥയെ അടക്കം ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായി തന്നെ സർവകലാശാല വീഴ്ചയുണ്ട് എന്ന് നിരീക്ഷിച്ച ലോകായുക്ത വിദ്യാർത്ഥിനിക്ക് അവരുടെ ആവശ്യപ്രകാരം അക്കാദമിക് റെക്കോർഡ് പരിശോധിച്ചുകൊണ്ട് അവർക്ക് ശരാശരി മാർക്ക് നൽകണമെന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത്.